ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഓണം എപ്പിസോഡ്. ഞാൻ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതിനൊരു ബെസ്റ്റ് ഡേ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിട്ടുള്ള തിരുവോണം വ്ലോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു മൈ വ്ലോഗ്. ഇത് എനിക്ക് വന്നിട്ടുള്ള ഓണം ഗിഫ്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല. ഇത് ആക്ച്വലി എൻ്റെ മെമ്മറി ബോക്സാണ്. അപ്പോൾ ഞാനിത് ഈ അടുത്താണ് ഈ മെമ്മറി ബോക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് ഞാനൊരു ബോക്സിലാക്കിയിട്ട് എൻ്റെ മെമ്മറി ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് തിരുവോണമായതുകൊണ്ട് ഇത് ഇനി റൂമിൽ വെക്കരുത്, മുകളിൽ ടെറസിൻ്റെ അവിടെ എല്ലെങ്ങാനും വെക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് റാക്കിൻ്റെ മുകളിലേക്കോ എങ്ങാനും കയറ്റി വെക്കണം. ഞാനന്ന് അമ്പലത്തിൽ പോയിട്ടില്ല. ഞാൻ കുളിച്ചിട്ട് വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചാണ്. ഈ ഗുരുവായൂരപ്പനെയാണ് ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഇനി പൂവിടാനുള്ള പരിപാടിക്ക് പോവാണ്. ഗൈസ്, പപ്പയും അമ്മയും അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇന്നത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലെ കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ്, ഇതല്ല എൻ്റെ ഓണക്കോടി. ഇതും ഓണം ഡ്രസ്സ് തന്നെയാണ്, പക്ഷെ കോടി ഇതല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പൂക്കളമൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുറച്ച് പണികളുണ്ട്, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓണക്കോടി ഇടാമെന്ന് കരുതി. സോ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓണക്കോടിയിൽ കാണാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഓണത്തിന് വാങ്ങിച്ചിട്ടുള്ള പൂക്കൾ. അത്യാവശ്യം പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പപ്പയും അമ്മയും ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാനിതാ ഈ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് ഭഗവാന് ചാർത്താൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു മാലയാണ്. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ കൃഷ്ണൊരു മാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ കുറച്ച് പൂ അരിയുന്ന കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ പൂക്കളൊക്കെ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പപ്പയും അമ്മയും അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ, ഭയങ്കര തിരക്കാണ്. പിന്നെ നല്ല ഭംഗിക്ക് പൂവിട്ടിട്ടുണ്ട്. ഏതമ്പലത്തിലാണ് പോയത്? പെരുമ്പോയില് അമ്പലത്തിലാണ് പോയത്. ഓക്കെ, അപ്പൊ ഹാപ്പിയാണോ? എല്ലാവർക്കും ഓണാശംസകൾ. വേറൊരാളും കൂടി ഉണ്ട്. ലൂണോ, ഹാപ്പി ഓണം പറ. ലൂണോ, ഓണത്തിന് ഓണം മൂട് ഷർട്ട് ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എന്താ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്? ഇതാണ് ഓണപ്പൊടി. അൺബോക്സ് ചെയ്യാൻ ഫ്രണ്ടിൻ്റെ ഒരു പുതിയ ബ്രാൻഡാണ്. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ആനയുടെ ഷർട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബ്ലാക്ക് കളർ. ഇതാ ഞാൻ കിച്ചൺ ഓണക്കോടിയുടെ ഒരു പിക്ചർ ആഡ് ചെയ്യാവേ. അങ്ങനെ എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു നമുക്ക് ഓണത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ എന്താ പൂക്കളത്തിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് അങ്ങനെ ഓണപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ പൂക്കളത്തിൻ്റെ പരിപാടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ എനിക്ക് തന്നിട്ടുള്ള രണ്ട് ടാസ്ക്കായിരുന്നു. ഒന്ന് പച്ചടിയായിരുന്നു, അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചു, ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പായസമാണ്. അപ്പോൾ ഇനി പായസത്തിൻ്റെ മേക്കിങ്ങിനായിട്ട് പോവാണ്. പായസം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആദ്യം എനിക്ക് യൂട്യൂബിൽ കുറച്ച് റിസർച്ച് നടത്താനുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് റെസിപ്പീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ.
ഗൈസ് ഇനി കുക്കിംഗ് ആണ്. പാലട പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാക്കറ്റ് പാല് റെഡിയാണ്. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓണത്തിനുള്ള നമ്മുടെ ഗസ്റ്റാണ്. ഹായ് പറയടി. ഇതിലാണ് പായസം ഉണ്ടാക്കുന്നത്. പായസത്തിൻ്റെ പരിപാടിയാണ്. പായസം ഫസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താവും. നമ്മുടെ പായസ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോ, പായസം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അത് ഓഫ് ചെയ്യുക, കൂടിയിടുക, റെഡിയാകുക. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. സദ്യത വിളമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഓണക്കോടിയൊക്കെ ഇട്ട് ഇപ്പോഴാണ് ഒന്ന് റെഡി ആയത് ഫുഡിനൊക്കെ ശേഷം. അപ്പോൾ ഇനി കുറച്ച് ഗസ്റ്റുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് ബൈ ദ വേ ദിസ് ഇസ് മൈ ഓണം ഡ്രസ്. കുറേ ആൾക്കാർ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വിളിച്ച് എല്ലാവർക്കും വിഷസൊക്കെ അയച്ചിട്ട് ഇനിയിപ്പം മാമനും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവർ വന്നതിന് ശേഷം അങ്ങനെ നമ്മുടെ മാമന്മാർ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗാനമേള സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആർക്കും അത്ര നന്നായിട്ട് പാട്ട് പാടാനൊന്നും അറിയില്ല. പക്ഷെ അറിയുന്ന പോലെ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഗസ്റ്റ് എല്ലാവരും പോയി. പിന്നെ നമ്മൾ ഒരു പടത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൂവിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യാത്തൊരു കാര്യമാണ്. മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആയി. ചില താന്ത്രിക തടസ്സങ്ങൾ കാരണം 10 മിനിറ്റ് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 10 മിനിറ്റ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞെത്തി. കണ്ടോ നല്ല സീനായിട്ടുള്ള ഒരു 1:20 ആയിട്ടുണ്ട്.